ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 1 ഇയർ ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന എഗ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാൻ ഇവിടെ ക്യാരറ്റ്, പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ ഒക്കെ എടുത്ത് വെച്ച് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒനിയനാണ് കേട്ടോ. അതും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസ് എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വെജിറ്റബിൾസിൽ മാറ്റമൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. കുട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചു ബേബിക്ക് എരിവ് ഒട്ടും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പച്ചമുളക്, മുളക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓൺലി കുരുമുളക് പൊടി മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ കുട്ടിക്ക് എരിവ് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിത് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ കുട്ടികളുടെ ഇഷ്ടം അവരുടെ അമ്മമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബേബിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐറ്റംസിനൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ തന്നെ വരട്ടി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് വരട്ടി എടുക്കണം കേട്ടോ. ഏകദേശം ഇതൊന്ന് കുക്കായി വരുന്നവരെ നമ്മളിതൊന്ന് വരട്ടി എടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വരണ്ട് വരും. ഗാർലിക്ക് ഞാൻ ആഡ് ചെയ്യാൻ വിട്ട് പോയിട്ട് ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് ഇതൊന്നുകൂടി വരട്ടി എടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വളരെ കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പൊടി ഇട്ട ശേഷം നല്ല രീതിയിൽ തന്നെ വരട്ടിയെടുക്കാം. പൊടിയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇത് പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇതൊന്നും തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് 2 പീസായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. കട്ട് ചെയ്യാതെയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. കപ്പ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീരകശാല റൈസ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജീരകശാല റൈസ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ബേബീസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോൾട്ടിൻ്റെ അളവ് ആ നിങ്ങൾ നോക്കുമ്പോൾ ഇത്തിരി മുൻതൂക്കം തന്നെ നിൽക്കണം. കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ഇനി കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ 3 വിസിലാണ് കേട്ടോ വയ്ക്കുന്നത്. കുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് 3 വിസിലാണ് വേവിന് വേണ്ടി വെച്ചിരിക്കുന്നത്. വിസിലിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുവാവകൾക്കൊക്കെ പറ്റിയ തരത്തിലുള്ള എഗ് ബിരിയാണിയാണ് ഇത്. ബേബീസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഫുഡ് കഴിക്കാൻ മടിയുള്ള ബേബീസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ലഞ്ചായിട്ടാണ് കൊടുക്കുന്നത് നിച്ചുവിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ do like, share, subscribe my channel. Next ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ, see you, bye bye.